ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി കുഞ്ഞിനെ അണിയിച്ചൊരുക്കുന്നത് കണ്ട് കുഞ്ഞിൻ്റെ കണ്ണൊക്കെ എഴുതിച്ച് കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് സന്ദീപും ആതിരയും കൂടി എത്തുന്നു. കുഞ്ഞുമായി അവർ ഇരുവരും വരുന്നത് കണ്ട് ഇവിടെ എന്താ ഏട്ടാ, എന്താ സച്ചിയേട്ടാ ചെയ്യുന്നത് എന്ന് ആതിര ചോദിച്ചു. അപ്പോഴേക്കും ഉടനെ സച്ചി പറഞ്ഞു, ഞാനവർക്ക് ഒന്ന് കണ്ണെഴുതി കൊടുക്കാൻ നോക്കുമായിരുന്നു. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, അതെന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി. കുഞ്ഞിൻ്റെ ദേഹത്ത് പുരട്ടാനെടുത്ത കുഞ്ഞിനെ ഒരുക്കാനെടുത്ത കൺമഷി മുഴുവൻ ഏട്ടൻ്റെ മുഖത്തുണ്ടല്ലോ, സച്ചിയേട്ടൻ്റെ മുഖത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മുഖത്തോ, അതെങ്ങനെയെന്ന് പറഞ്ഞ് സച്ചി മുഖത്തൊക്കെ തൊട്ട് നോക്കി. അപ്പോഴേക്കും കുഞ്ഞിനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് അതിലെ കുഞ്ഞിനെ എടുത്തതും സച്ചി തൻ്റെ ഫോൺ എടുത്ത് നോക്കി. അപ്പോഴാണ് തൻ്റെ ഇരു കവളിലുമായിട്ട് ആ കൺമഷി പറ്റിയിരിക്കുന്നത് കണ്ടത്. ഇത് കണ്ടതോടെ സന്ദീപും ആതിരയും ചിരിച്ചു. കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അതെ, ഞാൻ അവളെ കണ്ണെഴുതിക്കുന്നതിനിടയിലെ അവൾ ഓരോ കുസൃതി കാട്ടിയപ്പോൾ അന്നേരം ഞാൻ എൻ്റെ മുഖം ചുമ്മാ തുടച്ചതാണ്, അങ്ങനെ പറ്റിയതാ എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, സച്ചിയേട്ടാ അറിയാത്ത മണിക്ക് എന്തിനാ പോയത്, ഞാൻ ഇനി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്, എന്തായാലും ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ, ഇവള് എൻ്റെ മോള് തന്നെയല്ലേ, കുഞ്ഞിൻ്റെ കാര്യമൊന്നും ഓർത്ത് ഇനി സച്ചിയേട്ടൻ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ചേച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ചേച്ചി വരുന്നത് വരെ എല്ലാ കാര്യം ഞാൻ നോക്കാം എന്ന് പറയുമ്പോൾ അതെ അതെ, അർച്ചന വരുന്ന എന്നത്തേക്കാണ് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവന്തിക അത് ശരിക്കും അർച്ചനയ്ക്ക് കൂടി രോഗമുണ്ടാവുമെന്നുള്ള രീതിയിൽ സംസാരിക്കണം. എന്തായാലും സ്നേഹയുടെ കാര്യത്തിൽ അർച്ചന ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, അവളെ ഹോസ്പിറ്റലിൽ മറ്റേ കൊണ്ടാക്കുന്നതല്ലായിരുന്നു നല്ലത് എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, എടുത്തി അതിന് അർച്ചനയ്ക്ക് ഒരു പേടിയില്ലല്ലോ, പിന്നെന്താ എന്ന് ചോദിച്ചപ്പോൾ ആതിര പറഞ്ഞു, ചേച്ചിക്ക് ഒരു പേടിയില്ല, പിന്നെ എന്തിനാ എടുത്തി ഇങ്ങനെ ആദ്യ പിടിക്കുന്നത്. അപ്പോഴേക്കും അമുദിയ പറഞ്ഞു, അതെ ഇതൊക്കെ വ്യാധിയാണ്, അത് മാത്രമല്ല ഈ അസുഖം വന്ന് മരണപ്പെട്ട ചരിത്രം വരെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആതിര പറഞ്ഞു, എന്തായാലും സ്നേഹ അങ്ങനെ മരിക്കത്തൊന്നുമില്ല, സ്നേഹമോൾക്ക് അങ്ങനെ ഒരു മരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു, സ്നേഹം മരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ തീർച്ചയായിട്ടും അവന്തിക അടുത്തേക്ക് വരും, ഇതേ അമ്മ വിളയാട്ടമാണെന്നാണ് പറയുന്നത്, അമ്മ വിളയാട്ടത്തെ വന്നവരെ ആരെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താലുണ്ടല്ലോ തീർച്ചയായിട്ടും അമ്മയുടെ കോപം ഉണ്ടാകും. അമ്മ വിളയാട്ടോ, അതെന്താ സംഭവം? അതെ, ഇത് ശരിക്കും ദേവിയുടെ അനുഗ്രഹം എന്നാണ് പറയാറുള്ളത്, അതുകൊണ്ട് തന്നെ ആ ദേവിയെ പുച്ഛിച്ചാൽ, ഇത് വരുന്നവരെ പുച്ഛിച്ചാൽ ദേവിയെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ പരിഹസിക്കുകയും അത് അവരെ ഓർത്ത് പേടിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും വരും, അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇടത്തേക്ക് വന്നു തുടങ്ങിയെന്നാ തോന്നുന്നത്, ഇടത്തിന് മുഖത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചുമന്ന പാടുകൾ കണ്ടു തുടങ്ങി എന്ന് അവന്തികയോട് സച്ചിയും സന്ദീപും കൂടി അവന്തിയെ ഭയപ്പെടുത്തുന്നു. ഉടനെ അവന്തിക പറഞ്ഞു, ശരി ഞാനൊന്ന് പോട്ടെ, നിങ്ങൾ വെറുതെ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവന്തിക വേഗം തൻ്റെ റൂമിലെത്തി കണ്ണാടിയിൽ ചെന്ന് നോക്കി. മുഖത്ത് വല്ല പാടുകളും അങ്ങനെ ഉണ്ടോ, ഇനി അതിൻ്റെ വല്ല സിംറ്റംസും ആണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് അനഘയെത്തി. എന്താ ചേച്ചിക്ക് പേടിയാണോ എന്ന് ചോദിച്ചിട്ടും, എനിക്ക് പേടിയോ, എന്തിന്, അല്ല ചേച്ചിക്ക് ഇനി ചിക്കൻ പോക്സ് വരുമോ എന്നുള്ള പേടി എന്ന് അനഘ ചോദിച്ചു. അതെ, എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അഥവാ അങ്ങനെ എന്തെങ്കിലും രോഗം വന്നാലേ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും, അല്ലാതെ ഇങ്ങനെ ഇവിടെ കിടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞു, ഇവിടെ ആർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് ചേച്ചി പറയുന്നത്, ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, സ്നേഹയുടെ വീട് കൂടിയാണിത്, പിന്നെ ഈ വീട്ടിലുള്ളവരെ എല്ലാം ദ്രോഹിക്കണമെന്ന് മാത്രമല്ലേ ചേച്ചി ആഗ്രഹിക്കുന്നുള്ളൂ, ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ചേച്ചിക്കുള്ള സ്ഥാനം ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ള സ്ഥാനം മാത്രം, അത് മാത്രമേ ഇപ്പം ചേച്ചിക്കുള്ളൂ, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും അനഘയോട് അവന്തിയെ ചോദിച്ചു, അല്ല നീ എൻ്റെ കൂടപ്പിറപ്പാണോ, അതോ എൻ്റെ ശത്രുക്കൾക്കൊപ്പം പക്ഷം നിന്ന് നീ എന്നെ കുറ്റപ്പെടുത്താൻ നടക്കുവാണോ എന്ന് ചോദിച്ചതും ഉടനെ അനഘ പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ കൂടപ്പിറപ്പാണെന്നുള്ള ചിന്ത ചേച്ചിക്കും ഇല്ലല്ലോ, ചേച്ചി എന്നെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിക്കണം, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടെയുള്ളവരുടെ പക്ഷത്ത് നിൽക്കുക എന്നല്ല, മറിച്ച് ഞാൻ സ്നേഹമുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനും എനിക്കറിയാം, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ള ചിന്തയുമുണ്ട്, അല്ലാതെ മറ്റൊരു രീതിയിൽ ഞാൻ ആരെയും കാണുകയോ ആരോടും പെരുമാറുകയോ ചെയ്യുന്നില്ല എന്ന് ദേഷ്യത്തോടെ അവന്തികയോട് അനഘ പറഞ്ഞു. എന്തായാലും ചേച്ചിക്ക് ഇവിടെ നല്ലൊരു ജീവിതം കിട്ടി, ഈ വീട്ടിലുള്ള എല്ലാവർക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, ഇപ്പോൾ ചേച്ചി തള്ളിക്കളയുന്ന ഈ ഒരു സ്നേഹം അതിനെക്കുറിച്ച് ഓർത്ത് പിന്നീട് ഒരിക്കൽ ചേച്ചി സങ്കടപ്പെടേണ്ടി വരും, ഓർത്തോ എന്ന് പറഞ്ഞ് അവന്തികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അനഘ അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക പറഞ്ഞു, പിന്നെ നിൻ്റെ ഒരു ഉപദേശം, എനിക്കിവിടെയുള്ള ആരുടെയും സ്നേഹമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവന്തിക അങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അർച്ചന കിച്ചണിൽ നിന്ന് സ്നേഹയ്ക്കുള്ള ഭക്ഷണവുമൊക്കെ എടുത്തുകൊണ്ട് സ്നേഹയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, മോളെ അർച്ചനെ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത് ഇന്ന് സ്നേഹയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇതെല്ലാം ശരിക്കും നോക്കിക്കണ്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അച്ഛാ എനിക്ക് സ്നേഹയുടെ വിരോധമൊന്നുമില്ല, പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അച്ഛന് വേണ്ടിയാ, സ്നേഹയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് അച്ഛന് വേണ്ടി, അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്യുന്നത്,
അതുകൊണ്ട് അച്ഛൻ സന്തോഷത്തോടുകൂടി ഇരിക്കണം, അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അർച്ചന അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ സേതുമാധവൻ പറഞ്ഞു, മോളെ, എൻ്റെ സന്തോഷം ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു വേദനയുണ്ട്, അതിനി എന്ന് തീരുമെന്നറിയില്ല എന്ന് സേതുമാധവൻ സങ്കടപ്പെട്ട് പറയുമ്പോൾ അർച്ചന പറഞ്ഞു, എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിലെ ആ വിഷമം എന്താണെന്ന്. ഇവിടെ സ്നേഹയെയും ധനുഷിനെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതല്ലേ അച്ഛാ, അത് സാധിക്കും, പക്ഷേ ഉടനെ നടന്നെന്ന് വരില്ല. സച്ചിയേട്ടനെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ നന്ദേട്ടനെയും സന്ദീപിനെയും അതെനിക്ക് ഉടനെ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ അത് അച്ഛന് മാത്രമേ കഴിയൂ. അച്ഛനൊരു തീരുമാനത്തിലെത്തണം, എന്നാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ സേതുമാധവൻ ചോദിച്ചു, മോളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, മോള് പറ എന്ന് ചോദിച്ചിടും. ഉടനെ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് അവന്തിക നോക്കി നിൽക്കുന്നത് കണ്ട് അർച്ചന അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛനൊരു തീരുമാനമെടുത്താൽ അച്ഛൻ്റെ മക്കളാരും അതിനെ എതിർക്കില്ല. അവർക്ക് അതിനോട് എതിർപ്പുണ്ടായാലും അവരതൊരിക്കലും പ്രകടിപ്പിക്കില്ല. അച്ഛൻ്റെ തീരുമാനത്തെ അവർ അംഗീകരിക്കും, പതിയാണെങ്കിലും. അതുകൊണ്ട് സ്നേഹയും ധനുഷിനെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നുള്ളത് അച്ഛൻ്റെ തീരുമാനമാണെങ്കിൽ ആ ഉറച്ച തീരുമാനത്തിൽ അച്ഛൻ നിന്നാൽ പിന്നെ മക്കളും അച്ഛൻ്റെ തീരുമാനത്തോടൊപ്പം തന്നെ നിൽക്കും. അവർ പൂർണ്ണമായും അതിനെ അംഗീകരിച്ചില്ലെങ്കിലും അച്ഛനോട് എതിർക്കാൻ അവർക്ക് കഴിയില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് അർച്ചന സേതുമാധവനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. സേതുമാധവൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ അവന്തിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ അവൾ പറയുന്നത് കേട്ട് അച്ഛൻ്റെ മകളെയും മരുമകനെയും കയറ്റാനായിട്ട് അച്ഛൻ ആൺമക്കളെ അച്ഛൻ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, ദേ അവന്തിക, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എനിക്ക് അച്ഛനമ്മമാർക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ്, അത് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും. ഇവിടെ ഈ വീട്ടിൽ എൻ്റെ സ്നേഹമോൾക്കും കൂടി അവകാശമുള്ളതാണ് ഈ വീട്. അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ കഴിയേണ്ട അവളുള്ള ഭർത്താവും ഒരു ജോലിക്കാരെ പോലെ ജോലിക്കാർ കഴിയുന്ന ഔട്ട് ഹൗസിൽ കഴിയേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ച് വേദനയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നീ നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞേക്ക്, എൻ്റെ മോളെയും അവളുടെ ഭർത്താവിനെയും ഞാൻ ഈ വീട്ടിലേക്ക് വിളിക്കാൻ പോവാ, അതിനെ ആരെതിർത്താലും ശരി, ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് സേതുമാധവൻ വേഗം അകത്തേക്ക് പോയി. ഈ സമയത്ത് അവന്തിക്ക് ഓർത്തോ, ഇത്രയൊക്കെ ധൈര്യം ഇയാൾക്ക് കിട്ടിയത്, ഈ കിളവനുണ്ടായത് ആ അർച്ചനയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്, അയാളെ ഉപദേശിച്ചത് കൊണ്ടാണ്. എന്തായാലും ഇനി അയാളങ്ങനെ ഈ സന്തോഷത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ ധനുഷ് ഈ വീട്ടിലെ മരുമകനായി നെല്ലിശ്ശേരിയിലേക്ക് കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. ഈ അവന്തിക ജീവനോടെ ഉള്ളപ്പോൾ അത് സമ്മതിക്കില്ല എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു. പിന്നീട് സച്ചി കുഞ്ഞിനെ ഉറക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അർച്ചന സ്നേഹയ്ക്കുള്ള ഭക്ഷണവുമായി സ്നേഹയുടെ അരികിലേക്ക് എത്തി സ്നേഹയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും സ്നേഹയെ കിടക്കാനായി സഹായിക്കുന്നു. അതിനുശേഷം അർച്ചന നിലത്ത് പാവിരിച്ച് ആ ഷീറ്റ് വിരിച്ച് നിലത്ത് അർച്ചന കിടക്കാനൊരുങ്ങുമ്പോൾ സ്നേഹയോട് പറഞ്ഞു, അതെ, എന്തെങ്കിലും ആവശ്യം വൈകിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ് അർച്ചന നിലത്ത് കിടന്നു. ആ കാഴ്ച കണ്ടതോടെ സ്നേഹയ്ക്ക് വല്ലാതെ വിഷമാകുന്നു. മുമ്പൊരു വട്ടം സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് അന്ന് അർച്ചനയെ കുത്തി നോവിച്ചത് സ്നേഹ ഓർത്തെടുത്തു. എത്രയോ പരുഷമായ വാക്കുകൾ പറഞ്ഞാണ് അന്ന് അർച്ചനയെടുത്തിയെ തള്ളി പറഞ്ഞത്. അതൊക്കെ വലിയ തെറ്റായി പോയെന്ന് ഓർത്തുകൊണ്ട് സ്നേഹ വിഷമത്തോടെ കണ്ണ് നിറഞ്ഞങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹയുടെ ഫോണിലേക്ക് ധനുഷ് വിളിക്കുന്നു. ധനുഷ് കോൾ എടുത്തിട്ടും ഉടനെ സ്നേഹയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ഇപ്പോൾ കുഴപ്പമില്ലെന്നും ദേഹത്തൊക്കെ പെയിനുണ്ട്, പക്ഷേ മനസ്സിന് വലിയ സന്തോഷമാണുള്ളത് എന്ന് സ്നേഹ അറിയിച്ചു. ഉടനെ ധനുഷ് പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. അല്ല, താൻ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചതും എല്ലാം കഴിച്ചു. അർച്ചനയെടുത്തി എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. കുഞ്ഞിനെ ആതിരെ ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്ന് എന്നെ പൂർണ്ണമായും പരിചരിക്കുകയാണ്. എനിക്ക് വേണ്ട ഡോക്ടറെ വിളിച്ചു വരുത്തി എനിക്ക് വേണ്ട മരുന്നുകൾ വാങ്ങിച്ചു. എന്നെ വേപ്പിലയുടെ വെള്ളത്തിൽ എന്നെ കുളിപ്പിച്ചു. എൻ്റെ ബെഡിൽ മുഴുവൻ വേപ്പില നിരത്തി എന്നെ അതിൽ കിടത്തി. എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു എന്നെ കഴിപ്പിച്ചു. ഇതെല്ലാം കേട്ടതും ഉടനെ ധനുഷ് പറഞ്ഞു, ഇത്രയൊക്കെ അർച്ചന ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും ഞാൻ അർച്ചനയെക്കുറിച്ച് ചിന്തിച്ചതൊക്കെ തെറ്റായിപ്പോയി. വലിയൊരു തെറ്റിദ്ധാരണയാണ് അർച്ചനയെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഉടനെ സ്നേഹ ചോദിച്ചു, ധനുഷ് എന്താ ചിന്തിച്ചത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അല്ല, എന്നിട്ട് ആളെന്തിയെ എന്ന് ചോദിച്ചതും പോയോ എന്ന് ധനുഷ് അന്വേഷിച്ചതും പോയോന്നോ, ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ വീഡിയോ കോളിൽ ക്യാമറ തിരിച്ച് അർച്ചന നിലത്ത് കിടക്കുന്ന ആ കാഴ്ച കാണിച്ചു കൊടുത്തു. അയ്യോ, ഇവിടെയോ? അർച്ചന, ഒരിക്കലും അർച്ചനയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഞാൻ ഒട്ടും കരുതിയില്ല എന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചനയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതും കരുതിയതുമൊക്കെ തെറ്റായിപ്പോയെന്ന് ധനുഷ് പറഞ്ഞു. ഉടനെ സ്നേഹ പറഞ്ഞു, അർച്ചനയെടുത്തി എല്ലാവരെയും സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ, അവരുടെ മനസ്സിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു, സ്നേഹ, എൻ്റെ മനസ്സിൽ ഞാനൊരു കുമ്പസാര കൂട് ഒരുക്കുകയാണ് ഇപ്പോൾ, എല്ലാ തെറ്റുകളും ഏറ്റു പറയാനായിട്ട്, എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാനായിട്ട് എന്ന് പറഞ്ഞതും സ്നേഹ ചോദിച്ചു, എന്താ ധനുഷ്, എന്താ നീ ഇങ്ങനെ പറയുന്നത്? അതൊക്കെയുണ്ട്, എല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞ് എന്നാൽ ശരി, ഗുഡ് നൈറ്റ്, കിടന്നു എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അർച്ചനയുടെ ആ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് താൻ ചെയ്തതൊക്കെ എത്ര വലിയ തെറ്റായിപ്പോയി. അർച്ചന ശരിക്കും ഒരു നന്മയുള്ള സ്ത്രീയാണെന്ന് ധനുഷ് തിരിച്ചറിയുന്നു. അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് താൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ അത് വലിയ പാപമായി പോയി എന്ന് ധനുഷ് ഓർത്ത് അങ്ങനെ ഇരുന്നു. പിന്നീട്
നെല്ലിശ്ശേരിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിനരികിലേക്ക് വന്നു. ആതിരയും അനഘയും ആര് ഭക്ഷണം വിളമ്പണമെന്നതിനെക്കുറിച്ച് ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുമ്പോൾ ആരെങ്കിലും വിളമ്പിയാൽ പോരെ എന്ന് ഉടനെ സേതുമാധവൻ ചോദിച്ചതും ആതിര അവിടെ ഇരിക്കുന്നു. അതിന് സന്തോഷത്തിൽ അവർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അനഘ അവന്തികയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു. ഇവരുടെ ഈ ഒരു തർക്കം കാരണം ഞാൻ കിച്ചണിൽ ചെല്ലാത്തതെന്ന് അവന്തിക പറയുമ്പോൾ, അല്ലെങ്കിൽ ഏടത്തേക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാവുന്നതെന്ന് ആതിരയും ചോദിക്കും. അപ്പോഴാണ് അവന്തികയുടെ തൊട്ടടുത്തായിട്ടുള്ള ചെയറിൽ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത് കണ്ട് അവന്തിക ചോദിച്ചു, അല്ല ഇത് ആർക്ക് വേണ്ടിയാ അനഘേ? അപ്പോഴേക്കും അനഘ പറഞ്ഞു, ഇതിൻ്റെ ആൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അനഘ കഞ്ഞി അവിടെ വെച്ചിട്ട് വീണ്ടും അനഘയും കഴിക്കാനായിട്ട് ചെയർ വലിച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്കും അല്പസമയം കഴിഞ്ഞതും അവിടേക്ക് ഭക്ഷണം കഴിക്കാനായി അർച്ചന വന്നു. അർച്ചന ചെയർ വലിച്ച് അവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ അവന്തി ചോദിച്ചു, അല്ല നീ എന്ത് പണിയാ അർച്ചനയെ കാണിക്കുന്നത് എന്ന് ചോദിച്ച്, അതെ ഇവളെന്തിനാ നമ്മുടെ കൂടെ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? സ്നേഹയെ നോക്കാൻ പോയ ഇവള് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് എന്തിനാ? നമുക്ക് എല്ലാവർക്കും കൂടി രോഗം പരത്താനോ എന്ന് ചോദിച്ചതും ആകെ ഞെട്ടലോടെ അർച്ചന നോക്കുന്നു. അർച്ചനയെ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ അവന്തിക പറഞ്ഞത് കേട്ട് എല്ലാവർക്കും ആകെ വിഷമമാകുന്നു. അർച്ചന എല്ലാവരോടും സോറി പറഞ്ഞ് വേഗം ആ പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് പോയി ആകെ സങ്കടത്തോടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന സേതുമാധവൻ ഭക്ഷണം കഴിച്ച് ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോകുന്ന അവന്തികയെ സേതുമാധവൻ തിരികെ വിളിച്ചു. അവന്തികയെ, നീ ഇപ്പോൾ നീക്കി വെച്ചിട്ട് പോയി ഈ പ്ലേറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പോയാൽ മതി എന്ന് സേതുമാധവൻ അവന്തികയോട് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് കലിയോടെ അവന്തിക സേതുമാധവനെ നോക്കുന്നു.